മലയാളത്തിൽ നിന്ന് പോയിട്ട് മൊത്തം തെലുങ്ക് സ്റ്റൈലിലേക്കായി പോയി. തെലുങ്കാണല്ലോ കഞ്ഞി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ ഇവിടെ അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് തെലുങ്ക് സ്റ്റൈലിൽ ഇവിടെ അവസരങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ദുഷ്ടനായി എന്നെ ആരും ചിത്രീകരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ ദുഷ്ടനായിട്ടും ക്രൂരനായിട്ടും തല പോയി ചാവാനൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള വല്ല കഥാപാത്രങ്ങളുണ്ടെങ്കിലേ ചെയ്യുള്ളൂ, അല്ലാതെ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനത്തെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ. പിന്നെ വേറെ ഇപ്പോൾ അവാർഡ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അവാർഡ് വരി നല്ല പരിപാടിയായിരുന്നു. ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാം. ഇപ്പോൾ ഹൈദരാബാദിലാണോ തന്നെ? അല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആഫ്രിക്കയിലായിരുന്നു. ഒരു തമിഴ് പടത്തിൻ്റെ ഷൂട്ട് അവിടെയായിരുന്നു. ഏതുവിടെ നടക്കണേ? റോ. ഇപ്പോൾ ജനനായകൻ ഇപ്പോൾ ഇറങ്ങാൻ പോകാണല്ലോ, എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? ഇറങ്ങട്ടെ, ഇറങ്ങി എല്ലാവരും കണ്ട് വിജയിക്കട്ടെ പടം, അതെന്നെ അഭിപ്രായം. അതിന് മുന്നേ അഭിപ്രായം നമ്മൾ പറയാൻ പാടില്ല. ഇപ്പോൾ ഈ റിവ്യൂ ഇടുന്ന ആൾക്കാർക്കെതിരെയാണ് ഞാനൊക്കെ. അതായത് ഒരു പടം കാണാതെ അല്ലെങ്കിൽ ആ പടത്തിനെ വിലയിരുത്തുക എന്ന് പറയുന്നതൊക്കെ വളരെ മോശം പരിപാടിയാണ്. കാരണം ഈ വിലയിരുത്തുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു വില വേണം. ഒരു സിനിമയെ പറ്റി വിലയിരുത്തുന്ന ഒരാൾ ഒന്നുമില്ലെങ്കിൽ ഒരു മിനിമം ഒരു പടം എടുത്ത ഡയറക്ടറെങ്കിലും ആയിരിക്കണം. മനസ്സിലായി? അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കടന്നിട്ട് പലതും പറയുന്നുണ്ട്. വണ്ടീൻ്റെ റിവ്യൂ ഇടുന്നു, പിന്നെ 2 ദിവസം ജിമ്മിൽ പോയവൻ അവൻ വീഡിയോ ഇടുന്നു. അവൻ വീഡിയോ ഇട്ടിട്ട് ഇത് കഴിക്കണം, ഞാനിത് കഴിച്ചിട്ട് ഇങ്ങനെയായി അങ്ങനെയായി. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല. സോഷ്യൽ മീഡിയ തന്നെ ബാൻ ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാധനങ്ങളൊക്കെ ഓതറൈസ്ഡ് ആൾക്കാർ പറയണം. ഇപ്പോൾ ഒരു ജിമ്മിലെ ട്രെയിനറാണ്, അവൻ സർട്ടിഫൈഡ് ട്രെയിനറാണെങ്കിൽ അവന് വീഡിയോ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഒരു എഞ്ചിനീയറാണ്, അയാളാണ് ഒരു വണ്ടിയെ പറ്റി പറയുന്നതെങ്കിൽ അത് പറയാം. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു വാല്യൂ വേണ്ടേ? ഇത് അണ്ടനും അടകോടനും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലത്. അപ്പോൾ അത് ടോട്ടലി സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഒരാൾ ഒരു സംഭവം, ഒരു ഡോക്ടർ ഒരു കേസിനെ പറ്റി പറയുന്ന പോലെ ഇവർ അത്രയും വാല്യുബിളായിട്ട് പഠിച്ച ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞോട്ടെ, അതിൽ യാതൊരു പ്രശ്നമില്ല. അല്ലാതെ വെറുതെ എല്ലാവരും കയറിയിട്ട് അഭിപ്രായം പറയാം. ഒരു പടം എടുക്കാൻ പോലും കഴിയാതെ അല്ലെങ്കിൽ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഈ റിവ്യൂ ഇടുന്നത്. അതൊക്കെ വളരെ മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതേപോലെ സിനിമ, ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രി ചുരുങ്ങി വരികയാണ്. വലിയ പടങ്ങൾ ഒക്കെ പോയി എല്ലാം ചെറിയ ചെറിയ പടങ്ങളായി. അടുത്ത വീട്ടിലേക്ക് ക്യാമറ വെച്ചിരിക്കുന്ന പോലത്തെ പടങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അത്രേ ഉള്ള കഥയൊക്കെ. അപ്പോൾ സിനിമ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വേൾഡാണ്. അങ്ങനത്തെ ഒരു സാധനവും ഇല്ലാതെ നാച്ചുറൽ പടം എന്ന് പറയുന്നത് എടുക്കുന്നത് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നാച്ചുറൽ പടം എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആളില്ല. ഇവിടെ തിയേറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ആന്ധ്രയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1000-കണക്കിന് തിയേറ്ററാണ്. ഒരു പടം റിലീസായി കഴിഞ്ഞാൽ അത് വിജയിക്കാൻ സ്കോപ്പ് കൂടുതലാണ്. എല്ലാ തിയേറ്ററിലും ഒരാഴ്ച ഓടിയാൽ മതി. പക്ഷേ ഇവിടുത്തെ അവസ്ഥ അല്ലേ, ഇവിടെ തിയേറ്ററിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഒരു മലയാള പടം മലയാളികൾ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഒതുങ്ങി കൂടാണ്. അപ്പോൾ പാൻ ഇന്ത്യൻ സിനിമകളായി വളരട്ടെ. ഇപ്പോൾ നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി റീസെൻ്റ്ലി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് വലിയ കമ്പനികൾ സിനിമ പ്രൊഡക്ഷൻ ചെയ്തിട്ട് അവരുടെ ടാക്സേഷൻ കുറയ്ക്കാൻ വേണ്ടി ഇത്ര രൂപ കാണിച്ചിട്ട് പടം ചെയ്തിട്ട് കുറയ്ക്കാമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ സിനിമയിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ് ശരിക്കും മലയാള സിനിമയിൽ? അത് മലയാള സിനിമ ഞാൻ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഇതുവരെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മലയാള സിനിമയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. തെലുങ്ക് ഇൻഡസ്ട്രിയിലാണെങ്കിലോ? തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വലിയ ബഡ്ജറ്റ് പടങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജയിക്കുന്നുണ്ട്. അത് OTTക്ക് കൊടുത്തിട്ടാണെങ്കിലും 5 ലാംഗ്വേജിൽ റിലീസ് ചെയ്തിട്ടാണെങ്കിലും അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനൊരു സംഭവം അവിടെ ഇല്ലല്ലോ. ഇപ്പോൾ വിജയുടെ ഇപ്പോൾ ലാസ്റ്റ് പടമാണല്ലോ. അപ്പോൾ ആരാധകരെല്ലാം നിരാശയിലാണ്. ഇതും കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി പടം ചെയ്യില്ല എന്നുള്ളൊരു. പുള്ളി ഇനിയും പടം ചെയ്യും. ഇനിയും ചെയ്യും? തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ നോക്കണ്ട. അതിപ്പോൾ പല ആൾക്കാരും പലതും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആരാധകരെന്ത് ചെയ്യും? പിന്നെ കേരളത്തിൽ തന്നെ വിജയൻ എത്ര ആരാധകരുണ്ട്? അല്ല, കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ വരെ വിജയൻ്റെ ഭയങ്കര കട്ട ഫാനാണ്. അപ്പോൾ അവരൊക്കെ അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? ആരാധകർ പറയുമ്പോൾ പുള്ളി ചെയ്യാതിരിക്കുമോ? ഇപ്പോൾ തമിഴ്നാട്ടിൽ വൻ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണേ. കേരളത്തിലും വൻ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ മുഖ്യമന്ത്രി അടിപൊളിയാണ്. പുള്ളി ഇഷ്ടംപോലെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചത്, കണ്ടിന്യൂസ് ആയിട്ട് വിജയ് മന്ത്രിയാവുകയാണെങ്കിൽ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമല്ലോ. അതിനും സമയം കണ്ടെത്താലോ. ഇപ്പോൾ തെലുങ്കിലൊക്കെ കണ്ടെത്തുന്നില്ലേ? ചിരഞ്ജീവി പടങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ബാലയ്യ പടം ചെയ്യുന്നുണ്ടല്ലോ. ബാലയ്യ 3 നാടൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോളിൽ വെച്ച് നോക്കുന്നത്. എന്നിട്ട് പുള്ളി എല്ലാ വർഷവും 2 പടം ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യാൻ പറ്റായിക്കൊന്നുമില്ല. ആരാധകർ ആവശ്യപ്പെട്ടാൽ ചെയ്യുമോ? ഞാൻ എയറിലെത്തിയോ? മറന്നു പോകും.